അങ്ങനെ ഈ വർഷത്തെ വിജയദശമിയും നവമിയും എല്ലാം കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ വ്ളോഗ് കുറച്ച് ലേറ്റ് ആയി പോയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിജയദശമി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കാറ് കയറിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മുടെ കാറും ഏതായാലും പൂജിക്കാൻ വെക്കാനുള്ളതാണല്ലോ, അപ്പോൾ കാറ് തന്നെ പോയി കേട്ടോ. അപ്പോൾ വണ്ടിയും ഉണ്ടായിരുന്നു പൂജിക്കാൻ വെക്കാൻ. അവിടെ എത്തിയപ്പോൾ ഭരത്മോൻ ഇതാ ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടിയിട്ടോ, ഹരിശ്രീ ഗണപതായ നമ എന്നൊക്കെ എഴുതിയിട്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഭരത്മോനും ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് മക്കൾ പല അമ്പലങ്ങളിലായിട്ടും മൂകാംബികയിലായിട്ടൊക്കെ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാ അമ്പലത്തിലെത്തി പൂജയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വാഹന പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതൊക്കെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഭാഗത്ത് തന്നെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പൂജ ചെയ്യല്ലോ എന്ന് ആലോചിച്ചിട്ട് കേട്ടോ. അപ്പം അമ്പലത്തിൽ അവിടെ സ്റ്റേജിൽ ആദ്യാക്ഷരം കുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മക്കൾ. അങ്ങനെ ഞാൻ പൂജയ്ക്കൊക്കെ പങ്കെടുത്ത് തൊഴുതൊക്കെ വരുന്നതാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഇനി കാറ് പൂജിക്കാൻ വെക്കാനുള്ള പരിപാടികളാണ്. അതിന് മുന്നേ ഇന്നത്തെ ദിവസം കുറച്ച് ബിസിയുള്ള പരിപാടിയാണ്. സെപ്റ്റംബർ 30 നമ്മുടെ ഭരത്മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നോൽമ്പൊക്കെ ആയതുകൊണ്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വിജയദശമി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആഘോഷിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ ചെണ്ടക്കൊട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ കാറൊന്ന് പൂജിക്കുന്നത് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭരത്മോൻ ഇവിടെ കാറിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല കേട്ടോ, പൂജയൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭരത്മോൻ്റെ അംഗനവാടിയിലെ ബുക്കൊക്കെ നമ്മൾ പൂജയ്ക്ക് വെച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി. അപ്പം എല്ലാവർക്കും ബൈ ഗായ്സ്, വീണ്ടും കാണാം.